أعوذ بالله السميع العليم من الشيطان الرجيم. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പഠന പരമ്പരയിലെ 11ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സത്യ സന്ദേശം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അവിടുത്തെ അനുചരന്മാരും സഹിക്കേണ്ടി വന്നിട്ടുള്ള തുല്യതയില്ലാത്ത പീഡനങ്ങളും യാതനകളും അതിന്റെ ചില ഭാഗങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ തുടർച്ച എന്ന നിലക്ക് തന്നെയാണ് ഇനിയുള്ള ഏതാനും ചില ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ എത്ര തന്നെ ഉന്നതമായ സ്ഥാനവും പദവിയും പരിഗണനയുമൊക്കെയുള്ള വ്യക്തികളാണെങ്കിലും അവർ ആ സമൂഹത്തിൽ പരമ്പരാഗതമായി അനുഷ്ഠിച്ച് ആചരിച്ച് വിശ്വസിച്ചു വരുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ മുമ്പുണ്ടായിരുന്ന പരിഗണനയെല്ലാം അതെല്ലാം വിസ്മരിച്ചും അവക്കൊന്നും തെല്ലും വില കൽപ്പിക്കാതെ ഈ ആളുകളെ ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയമാക്കുന്ന ഒരു രീതി ചരിത്രത്തിൽ പലതവണ ആവർത്തിക്കപ്പെട്ടതായി കാണാം. പ്രവാചകന്മാരുടെ ചരിത്രവും അവിടുത്തെ അനുചരന്മാരുടെ ചരിത്രവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ അതിശ്രേഷ്ഠനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന സ്ഥാനവും പരിഗണനയും വളരെ വലുതാണ്. ജാഹിലിയ്യത്തിൽ തന്നെ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇസ്ലാം മതം ആശ്ലേഷിച്ചതോടുകൂടി ശത്രുക്കളുടെ കണ്ണിലെ കരടായി മാറുകയും അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും ചെയ്തതായി ചരിത്ര താളുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പൂർവകാല പ്രവാചകന്മാരുടെ അനുചരന്മാരോടെല്ലാം എന്നല്ല പ്രവാചകന്മാരോട് തന്നെ ആ ജനതയുടെ പ്രഥമ അഭിസംബോധിതർ അങ്ങനെ ചെയ്തതായ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പേജുകളിലൂടെ അതിന്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
വിശ്വാസികളുടെ എണ്ണം ഒരു 38 ആയപ്പോൾ 38 പേർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇനി നമ്മൾ ഈ മനസ്സിലാക്കിയ സത്യം അത് പുറം ലോകത്തോട് പറയേണ്ടതുണ്ട്. നമ്മുടെ രഹസ്യ പ്രബോധനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ആളുകളോട് പരസ്യമായി പറയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ 38-ൽ പലരും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ദീൻ സ്വീകരിച്ചവരാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട, അതേപോലെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ അധിക പേരും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധന ഫലമായി ദീനിലേക്ക് കടന്നു വന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഒരു 38 പേരായപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇനി നമ്മൾ ഇത് ആളുകളോട് തുറന്നു പറയണം, പരസ്യമായി തന്നെ ഇത് പറയേണ്ടതുണ്ട് എന്ന് നബിയോട് പറഞ്ഞ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അതിന് സമ്മതിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞത്, യാ അബൂബക്കർ ഇന്നാ ഖലീൽ, അബൂബക്കർ നമ്മൾ എണ്ണത്തിൽ വളരെ കുറവാണ്, എണ്ണം കുറവാണ്, ആൾബലം കുറവാണ്, ആയുധമെടുക്കാനുള്ള അനുവാദവുമില്ല, ഉള്ളവർക്ക് തന്നെ ആയുധമെടുക്കുവാനുള്ള അനുവാദവുമില്ല, എണ്ണത്തിൽ വളരെ പരിമിതവുമാണ് നമ്മൾ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ആദ്യമായി പറഞ്ഞത്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിരന്തരമായ ആവശ്യം കാരണം നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം നൽകി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരൊക്കെ കഅബയുടെ പരിസരത്ത് ഇരിക്കുന്ന ഒരു വേളയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരസ്യമായി ഒരു പ്രസംഗം നിർവഹിച്ചു. ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പരാമർശിച്ചത്. ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകൻ എന്നാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു വിശേഷണം അതാണ്. അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ആ പ്രഭാഷണം തുടങ്ങിയപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകൾ അഥവാ ശത്രുക്കൾ വളഞ്ഞിട്ട് പൊതിരെത്തല്ലാൻ തുടങ്ങി. അതിശക്തമായി അദ്ദേഹത്തെ ഉപദ്രവമേൽപ്പിക്കാൻ തുടങ്ങി. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചല്ലോ, അതിനു മുമ്പ് അഥവാ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്ഥാനം, അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയിരുന്ന സ്ഥാനം, ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പദവി വലുതാണ്. അദ്ദേഹത്തിന്റെ ഒരു പേര് തന്നെ മഹബൂബ് എന്നാണ്, മുഹബ്ബബ് എന്നായിരുന്നു, പ്രിയങ്കരൻ എന്നാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക്. ഏറ്റവും പ്രിയങ്കരനായ ആ വ്യക്തി അവരുടെ കണ്ണിലെ ഏറ്റവും വലിയ അവരുടെ വിശ്വാസ ആചാരങ്ങൾക്കെതിരെ തീഷ്ണമായി വിരൽ ചൂണ്ടുന്ന വ്യക്തിയായി
അദ്ദേഹത്തെ അവർ കാണുകയും അദ്ദേഹത്തെ അതിശക്തമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ആ പീഡനം കാരണം അദ്ദേഹത്തിന്റെ ബോധം വരെ നശിച്ചുപോയി, ബോധരഹിതനായി. രാവിലെ അദ്ദേഹത്തെ അതിശക്തമായി പീഡനങ്ങൾക്ക് വിധേയനാക്കി ബോധം നശിച്ച് വൈകുന്നേരമാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കിട്ടുന്നത്. ആ രീതിയിലുള്ള ക്രൂരമായ അതിക്രൂരമായ മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്നത് പോലെ ആ ഒരവസ്ഥയിലാണ് ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബം വീട്ടിലേക്ക് കൊണ്ടുപോയത്. മുഖവും മൂക്കും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മർദ്ദനമേറ്റിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ വിധത്തിൽ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയരാക്കിയ ഒരാളാണ് ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന വ്യക്തി. അയാള് ചെരുപ്പൂരിയിട്ട് മുഖത്തടിച്ചു എന്ന്. ചെരുപ്പൂരിയിട്ട്, അപ്പൊ അന്നത്തെ ചെരുപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കണത് ചെരുപ്പൊന്നും ആവില്ലല്ലോ, മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതോ. ആ രീതിയിലുള്ള നിർമ്മിച്ചെടുത്തിട്ടുള്ള ചെരുപ്പ് കൊണ്ട് അതിശക്തമായി മുഖത്ത് അടിച്ച് മുഖത്തിന് പരിക്കേൽപ്പിച്ചു. ബോധരഹിതനായി അദ്ദേഹം വീണു. അങ്ങനെ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. വൈകുന്നേരമാകുന്നതുവരെ കുടുംബം അദ്ദേഹത്തിന്റെ ചുറ്റുമിരുന്ന് അദ്ദേഹത്തെ പരിചരിക്കുന്നു, അദ്ദേഹത്തെ വിളിക്കുന്നു. പക്ഷെ ബോധം തെളിയുന്നില്ല. വൈകുന്നേരമായപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയത്. ബോധം തിരിച്ചു കിട്ടിയ ഉടനെ അദ്ദേഹം ചോദിച്ചത്, മക്കയുടെ പരിസരത്ത് വെച്ചാണല്ലോ എനിക്ക് പീഡനം നേരിടേണ്ടി വന്നത്. കൂട്ടത്തിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ടായിരുന്നു. എന്താണ് നബിയുടെ സ്ഥിതി, നബിക്കെന്താ പറ്റിയത് എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം തന്റെ മാതാവിനോടാണ്, തന്റെ ചാരത്തിരിക്കുന്ന മാതാവിനോടാണ്, അഥവാ ഉമ്മുൽ ഖൈർ എന്നാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര്. ആ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അവർക്കെന്ത് പറ്റി, അവരോടാണ് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പൊ ഉമ്മുൽ ഖൈർ പറഞ്ഞു, എനിക്ക് നിന്റെ മുഹമ്മദിനെ അറിയില്ല, നിന്റെ മറ്റുള്ളവരെ അറിയില്ല, എനിക്കതൊന്നും അറിയില്ല. കാരണം അവർ അവിശ്വാസിനിയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഉമ്മു ജമീൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവർ വിശ്വാസിനിയാണ്, രഹസ്യമായി വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളെ. ഇവിടെ നമ്മൾ അറിയേണ്ടത്, അതിശക്തമായ പീഡന മുറകളെല്ലാം സമൂഹത്തിൽ നടക്കുമ്പോഴും പൊതുവെ സമൂഹത്തിൽ ദുർബലരാണ് എന്ന് ഗണിക്കപ്പെടുന്ന സ്ത്രീകൾ വരെ രഹസ്യമായി ദീൻ പഠിച്ച് ദീനിലേക്ക് കടന്നു വരുന്നുണ്ട്. ഉമ്മുൽ ഖൈറിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു, ഉമ്മുൽ ജമീലിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മുൽ ഖൈർ എന്ന് പറയുന്ന മാതാവ് ഉമ്മു ജമീൽ എന്ന് പറയുന്ന ഈ മഹദിയുടെ അടുത്ത് ചെന്നു. അപ്പൊ ഈ ഉമ്മു ജമീൽ വിശ്വാസിനിയാണ് എന്ന കാര്യമൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന് അറിയില്ല. ഉമ്മു ജമീലിനോട് ചെന്നിട്ട് എന്താണ് മുഹമ്മദിന്റെ സ്ഥിതി എന്താണ് എന്ന് അബൂബക്കർ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നിന്റെ അബൂബക്കറിനെ അറിയില്ല, മുഹമ്മദിനെ അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളെ കൂടെ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് വരാം. അങ്ങനെ അബൂബക്കറിനെ കണ്ട് ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചു കൊള്ളാം. അപ്പൊ ഇവരിത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തത് കൊണ്ടല്ല ഞാൻ അറിയില്ല എന്ന് പറയുന്നത്, മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ നേർക്കുനേരെ സംസാരിക്കാൻ ഒരവസരം ഉണ്ടാക്കുകയാണ്.
ഉമ്മുൽ ഖൈർ അവിശ്വാസിനിയാണ് ആ സമയത്ത്. അതുകൊണ്ട് അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അത് ഒരുപക്ഷെ ശത്രുക്കൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കേന്ദ്രമൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം കിട്ടും എന്നതുകൊണ്ട് അവരെ നേരിട്ട് വരാൻ തയ്യാറാണ്. ഉമ്മു ജമീലിനെ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമ്മു ജമീലിനോട് ചോദിച്ചു, നബിയുടെ അവസ്ഥ എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, സ്വാലിഹ് സാലിം, അദ്ദേഹം സുരക്ഷിതനാണ്, ഒരു പ്രയാസവുമില്ല, സുരക്ഷിതനായിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കത് അറിഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് നബിയെ നേരിട്ട് കാണണം, നേരിട്ട് അദ്ദേഹത്തെ കണ്ട് എനിക്കത് ബോധ്യപ്പെടണം. ആ ഇടയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ക്ഷീണിച്ച് അവശനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണം കഴിപ്പിക്കാനും വെള്ളം കുടിപ്പിക്കുവാനും ഒക്കെ കുടുംബങ്ങൾ കിണഞ്ഞ് ശ്രമിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ അദ്ദേഹം ഒരിക്കലും സന്നദ്ധനാകുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടതിന് ശേഷമല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ശത്രുക്കളിൽ ആളുകളൊക്കെ അടങ്ങിയ ഒരു സമയം, ഒരു ഉച്ചസമയത്ത് പൊതുവെ അറബികൾ പുറത്തിറങ്ങാറില്ല, മുമ്പും അങ്ങനെയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമ്മു ജമീലും ഉമ്മുൽ ഖൈറും കൂടെ അദ്ദേഹത്തിനെ താങ്ങിപ്പിടിച്ച് വേച്ചാണ് പോകുന്നത്. ശരിയായ രീതിയിൽ നടക്കാൻ കഴിയില്ല, അത്രയും അവശനായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ പ്രബോധന കേന്ദ്രമായ ദാറുൽ അർഖമിൽ എത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതനാണ് എന്ന് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ആശ്വാസമുണ്ടായത്. ഈ സന്ദർഭം മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഇത് എന്റെ ഉമ്മ ഉമ്മുൽ ഖൈറാണ്, അവർ അവിശ്വാസിനിയാണ്, അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബിയുടെ അടുത്തെത്തി നിൽക്കുന്ന ഉമ്മു ജമീലിനെ ദീനിലേക്ക് ക്ഷണിക്കാനും അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും ആ സന്ദർഭം ഉമ്മുൽ ഖൈറിന്റെ ഹിദായത്തിന് നിമിത്തമാകാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഉമ്മുൽ ഖൈർ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല പാഠങ്ങളുമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന ഉജ്ജ്വലമായ പ്രവാചകനോടുള്ള സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പരാമർശിക്കാൻ പോകുന്ന പ്രവാചക അനുചരന്മാരുടെ ചരിത്രത്തിലെല്ലാം സ്വന്തം ജീവനേക്കാളേറെ, സ്വന്തം മാതാപിതാക്കളുടെ ജീവനേക്കാളേറെ, സമ്പത്തിനേക്കാളേറെ, മറ്റെന്തിനേക്കാളുമേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടക്കാൻ കഴിയാത്ത സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ ഉജ്ജ്വലമായ മാതൃകകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വേദനകളെല്ലാം നിസ്സാരമായി കാണുകയും അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെ മുഴുവനും അദ്ദേഹം നിസ്സാരമായി കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണോ പറ്റിയത് അതാണ് എനിക്ക് പ്രധാനം, അവിടെ നിന്ന് സുരക്ഷിതനായിരിക്കുന്നു എന്നറിയലാണ് എനിക്ക് പ്രധാനം, അവിടെ നിന്ന് സുരക്ഷിതനാണെന്നറിയലാണ് എനിക്ക്
ഇവിടെ അത്യാവശ്യമായ കാര്യം എന്നാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതും അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അങ്ങേയറ്റത്തെ പ്രതിബദ്ധത, അങ്ങേയറ്റത്തെ ഒരു സ്നേഹം അദ്ദേഹത്തിനെ ആ രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ സത്യസന്ദേശത്തോടുള്ള അദ്ദേഹത്തിന്റെ ഉത്കടമായ തുല്യതയില്ലാത്ത സ്നേഹമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തുടർന്നുള്ള ജീവിത കാലഘട്ടത്തിലും ഈ തുല്യതയില്ലാത്ത പ്രവാചക സ്നേഹവും നിസ്തുലമായ ദീനിനോടുള്ള പ്രതിബദ്ധതയും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ വേളയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന്റെ മുമ്പ് സജ്ജമാക്കി നിർത്തിയിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക പടയോട്ടത്തെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രമുഖരായ സ്വഹാബികളെല്ലാം എതിർത്തിട്ട് പോലും ആ തീരുമാനം അദ്ദേഹം നടപ്പിലാക്കിയതിന്റെ പിന്നിലും ഈ സ്നേഹപ്രകടനം കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന്റെ ഏകദേശം അടുത്ത കാലത്ത് നിയോഗിച്ച ഒരു സൈന്യമാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യം. മദീനക്കുള്ളിൽ ഒട്ടേറെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്ത വേളയിലാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭരണമേറ്റെടുത്തപ്പോൾ മദീനയിൽ ഒട്ടേറെ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലവിലുള്ള സമയത്താണ് മറ്റു പ്രമുഖരായ സ്വഹാബികളുടെ ആവശ്യമൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പ്രവാചകൻ നിർദ്ദേശിച്ചിടത്തേക്ക് പറഞ്ഞേക്കാൻ ഒരുങ്ങിയത്. ആ സമയത്ത് പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവിന്റെ ദൂതൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി നിയോഗിച്ചിട്ടുള്ള ഒരു സൈന്യം, ആ സൈന്യത്തെ ഞാൻ എന്ത് വില കൊടുത്തും അതിനെ ഞാൻ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് പറഞ്ഞേക്കുക തന്നെ ചെയ്യും. മദീനയെ ഒന്നടങ്കം ശത്രുക്കൾ വളഞ്ഞാലും പ്രവാചക പത്നിമാരുടെ കാലുകളെ മദീനയിൽ പട്ടികൾ കടിച്ചു വലിച്ചു കൊണ്ടുപോയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ യഥാവിധി ഞാൻ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന അതിധീരമായ നിലപാട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എടുത്തതും ഈ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഇത്രയും കടുത്ത പരീക്ഷണം ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വിഷമ പ്രതിസന്ധികളിലൊക്കെ അദ്ദേഹം ഏറ്റവും വലിയൊരു ആശ്വാസം കണ്ടെത്തിയത് തന്റെ മാതാവ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതാണ്. മാതാവിന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി എന്നുള്ളതാണ് അദ്ദേഹം ഈ സന്ദർഭത്തെ ഏറ്റവും വലിയ നിഅമത്തായി അദ്ദേഹം കണ്ടത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്ന് പറയുന്ന അദ്ദേഹം അപ്പോഴൊന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അദ്ദേഹം വളരെ പിൽക്കാലത്ത് മക്ക വിജയം നടന്ന വർഷമാണ്, അഥവാ ഹിജറ 8 മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ കാണാം. പക്ഷേ അദ്ദേഹം ആ സമയത്താണ് കടന്നു വന്നിട്ടുള്ളത് എങ്കിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കൊന്നും അദ്ദേഹം യാതൊരുവിധ
പ്രതിബന്ധവും തീർത്തിരുന്നില്ല എന്നും അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കിയിരുന്നില്ല എന്നുമൊക്കെ ചരിത്ര താളുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളുടെ നീണ്ട പരമ്പരകളുണ്ട്. അതിലൊരു ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. വിശദമായി അദ്ദേഹത്തിന്റെ തന്നെ ചരിത്രം നമ്മൾ പഠിക്കുന്ന വേളയിൽ വരും. ഇപ്പോൾ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ അനുചരന്മാർ സ്വഹാബികൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കഠിനമായ പീഡനങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ചില ശകലങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അദ്ദേഹം ഈ പീഡനങ്ങളെ എല്ലാം അനുഭവിക്കുന്ന വേളയിലും ദുർബലരായ, അതീവ ദുർബലരായ, പീഡനമനുഭവിക്കുന്ന, പ്രത്യേകിച്ച് സംരക്ഷണം നൽകാൻ കുടുംബമില്ലാത്ത അതീവ ദുർബലരായിരുന്ന അടിമകളെ, വിശ്വാസികളായ അടിമകളെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങി സ്വതന്ത്രരാക്കി വിടാൻ അദ്ദേഹം വളരെയധികം അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒരാളാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അടിമയായിരുന്നുവെന്ന് നമുക്കറിയാം. ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ആളുടെ അടിമയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല. അടിമകളുടെ സ്വഭാവം നമുക്കറിയാം, അങ്ങേയറ്റം ദുർബലരാണ്. ഒരു അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാവില്ല. യജമാനനെ അനുസരിക്കുക, യജമാനന് സേവനം ചെയ്യുക എന്നതിനപ്പുറം വേറെ സ്വതന്ത്രമായി ചിന്തിക്കുവാനോ അഭിപ്രായങ്ങൾ പറയുവാനോ ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കുവാനോ ഉള്ള ഒരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ലാത്ത ആളുകളാണല്ലോ അടിമകൾ. പക്ഷേ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലേക്ക് ഈമാൻ കടന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് ദീനായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി, അല്ലാഹുവിന്റെ ദീനിനോടായി അദ്ദേഹത്തിന് ഉത്കടമായ സ്നേഹം. ദുർബലനായ അടിമ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയായി മാറുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സന്ദർഭം ലഭിച്ചിട്ടുള്ളത് ഉമയ്യയുടെ വീട്ടിൽ. ഖുറൈശി നേതാക്കൾ, ശത്രുക്കൾ ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യും. അപ്പോൾ ആ ഒരു ചർച്ചയിൽ നിന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ സത്യസന്ദേശത്തെ കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം ലഭിച്ചു. അദ്ദേഹം മനസ്സിൽ ആ ഒരു വിശ്വാസം അത് ഉറപ്പിച്ചു. ആ വിശ്വാസം മനസ്സിൽ രൂഢമൂലമായി. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ വിശ്വാസം അദ്ദേഹം ദീർഘനാൾ മറച്ചുവെച്ചില്ല. അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങി. പല നിലക്കും ഖുറൈശി തമ്പുരാക്കന്മാർ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രലോഭനങ്ങൾ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ പാടുപെട്ട് കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ അവരുടെ സകല ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവസാനം അതിശക്തമായ പീഡനത്തിന് അദ്ദേഹത്തിന് വിധേയനാക്കി. ആ പീഡന ചരിത്രമൊക്കെ നമുക്കറിയാം. ഉമയ്യ എന്ന് പറയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ അദ്ദേഹത്തെ കിടത്തി, ശരീരം പൊള്ളിച്ച് ഭാരമേറിയ കല്ലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങേയറ്റത്തെ പീഡനത്തിന് അദ്ദേഹത്തെ വിധേയനാക്കിയ ചരിത്രം മദ്രസ തലത്തിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്. ആ ഒരു ഭാഗം ഞാൻ അധികമായി വിശദീകരിക്കുന്നില്ല. ഇവിടെ അതിശക്തമായ പീഡനത്തിന് വിധേയനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹത്തെ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ, നബിയെ കുറിച്ച് മോശമായ പ്രസ്താവനകൾ ഇറക്കാൻ ശത്രുക്കൾ നിർബന്ധിച്ചു. ലാത്ത എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടു, ഉസ്സയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആ സന്ദർഭങ്ങളിലൊക്കെയും അദ്ദേഹം ഖുറൈശി തമ്പുരാക്കന്മാരെ മുഴുവനും പരാജയപ്പെടുത്തി അവരുടെ ശക്തമായ പീഡന മുറകൾക്കോ അവരുടെ ആയുധങ്ങൾക്കോ അവരുടെ കൈത്തണ്ടങ്ങൾക്കോ അവരുടെ ആൾഫലങ്ങൾക്കോ തന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരിഞ്ച് തന്നെ പിറകോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധ്യമല്ലെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ വേളകളിലൊക്കെ അതിശക്തമായ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന വേളകളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് അഹദ് അഹദ് എന്നാണ്. ഒരു നിമിഷാർദ്ധം പോലും അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ പിറകോട്ട് വലിക്കാൻ, അദ്ദേഹത്തിനെ പിറകോട്ട് നയിക്കാൻ ശത്രുക്കൾ പാടുപെട്ട് അധ്വാനിച്ചിട്ടും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടും ശത്രുക്കൾക്ക് സാധിച്ചില്ല. അവിടെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് ഉമയ്യയാണ്. ശത്രുക്കളാണ് അവിടെ പരാജയപ്പെടുന്നത്. ഒരു നിലക്കും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. വേണമെങ്കിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ആത്മരക്ഷാർത്ഥം മനസ്സിൽ ഈമാൻ നിറച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ ആത്മരക്ഷാർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയാം. അതിനുള്ള അനുവാദം ദീനിലുണ്ട്. തന്റെ ജീവൻ രക്ഷിക്കാൻ ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഈ ആപൽ ഘട്ടത്തിൽ വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹാദരവുകളും ബഹുമാനവും എല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് ആത്മരക്ഷാർത്ഥം വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് തള്ളിപ്പറയാമായിരുന്നു. പക്ഷേ അതിനു പോലും അദ്ദേഹം സന്നദ്ധനായില്ല. തന്റെ പ്രവാചകനെ കുറിച്ച് തന്റെ ജീവൻ അപകടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഒരു നിമിഷാർദ്ധം പോലും എന്റെ ജീവന് അപായമുണ്ടായാലും അതിന് അപകടം സംഭവിച്ചാലും എന്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ പ്രവാചകനെയാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ ഒരിക്കലും ഞാൻ തള്ളിപ്പറയാൻ സന്നദ്ധനല്ല എന്നതാണ് ഈ ഒരു സാഹചര്യം, ഈ ഒരു സന്ദർഭം നമ്മളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് പകർന്നത് രണ്ട് കാര്യങ്ങളാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് സ്വാദിഖുൽ ഇസ്ലാം, അദ്ദേഹത്തിന്റെ കറപുരളാത്ത ഇസ്ലാമതാശ്ലേഷണം. രണ്ട് ത്വാഹിറുൽ ഖൽബ്, അദ്ദേഹത്തിന്റെ തെറ്റുകൾ കുറ്റങ്ങളൊന്നും ഏൽക്കാത്ത ശുദ്ധമായ മനസ്സ്, പാപക്കറ പുരളാത്ത മനസ്സ്, സത്യസന്ധമായ ഈമാൻ. ഇത് രണ്ടുമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഉറച്ചു നിൽക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശരീരമേ കറുപ്പുള്ളൂ, മനസ്സ് മുഴുവനും വെളുപ്പാൻ. മനസ്സ് ഈമാൻ കൊണ്ട് ജ്വലിക്കുന്നതാണ്, മനസ്സ് ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നതും നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ശുദ്ധം, നമ്മുടെ മനസ്സ് ശുദ്ധമാണോ, നമ്മുടെ ഹൃദയം അതിൽ വെളിച്ചമുണ്ടോ, ഈമാനിന്റെ വെളിച്ചമുണ്ടോ, ഈമാനിന്റെ തെളിച്ചമുണ്ടോ എന്നാണ് അല്ലാഹു തആല നോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല, നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, നിങ്ങളുടെ സൗന്ദര്യമല്ല അല്ലാഹു തആല പരിഗണിക്കുന്നത്. മറിച്ച് അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടോ എന്നാണ് അല്ലാഹു തആല നോക്കുന്നത്. ആ വെളിച്ചം, ഈമാനിന്റെ വെളിച്ചം, ഈമാനിന്റെ പ്രകാശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റും. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും വിശ്വാസികളെ സംബന്ധിച്ച്
കടുത്ത പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നു വരും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഒരു സമയത്തുണ്ടാകുന്ന ഫിത്നയേക്കാൾ കടുത്ത ഫിത്നയാണ് അതിനെ തുടർന്ന് വരിക. കഴിഞ്ഞുപോയ ഫിത്നകളെ ചെറുതാക്കുന്ന വലിയ ഫിത്നകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയ ഫിത്നകളും പരീക്ഷണങ്ങളുമെല്ലാം ചെറുതാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള കടുത്ത മാരകമായ ഫിത്നകൾ സമൂഹത്തിൽ കടന്നു വരും. പ്രത്യേകിച്ച് വിശ്വാസികളെ കടുത്ത പരീക്ഷണങ്ങൾ അവരെ വലയം ചെയ്യും, അവരെ മുറുക്കിക്കളയും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത്തരം പരീക്ഷണങ്ങളിൽ, പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള അദ്ദേഹം സ്വീകരിച്ചതുപോലെയുള്ള ഈമാൻ നമുക്കുണ്ടാവണം. നമ്മുടെ ഹൃദയം ശുദ്ധമാകണം. നമ്മുടെ വിശ്വാസത്തിന് കുഴുക്കുത്തേൽക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ ചരിത്രം നമ്മെ അതിശക്തമായി ബോധ്യപ്പെടുത്തുന്ന, ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. ഈമാൻ ഉണ്ടെങ്കിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആ ഒരു ഈമാനിന്റെ വിധാനത്തിലേക്ക് നമുക്ക് ഉയരാനും വളരാനും സാധിക്കുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിലേ ഏത് പരീക്ഷണത്തെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇത് ചരിത്രം നൽകുന്ന ഏറ്റവും സുപ്രധാനമായ പാഠമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചത് കാരണം അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിലാൽ, താങ്കളുടെ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട്. താങ്കളുടെ കാലൊച്ച, ഇന്നി സമഅതു ഹശഫൻ അലൈക ബൈന യദയിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളുടെ കാലൊച്ച ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ നടന്നു പോകുന്നതിന്റെ ശബ്ദം സ്വർഗത്തിൽ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ ത്യാഗം സഹിക്കാതെ, ദീനിനോടുള്ള ഉത്കടമായ സ്നേഹമില്ലാതെ, ദീനിനോട് അടക്കാൻ കഴിയാത്ത സ്നേഹമുണ്ടാകുമ്പോഴേ ത്യാഗം സഹിക്കാൻ കഴിയൂ. ഒരു ആദർശത്തോട് നമുക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടെങ്കിലേ അതിനു വേണ്ടി ത്യജിക്കാനുള്ള കഴിവ്, ത്യജിക്കാനുള്ള ശേഷി നമുക്കുണ്ടാകും. നമുക്ക് സ്നേഹമില്ലാത്തൊരു ആദർശത്തിന് വേണ്ടി നമുക്ക് ത്യാഗം സഹിക്കാൻ കഴിയില്ല. സ്നേഹവും ത്യാഗവും പരസ്പര പൂരകങ്ങളാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപെടുത്തുക സാധ്യമല്ല. സ്നേഹമുണ്ടെങ്കിലേ ത്യാഗം സഹിക്കാൻ പറ്റൂ എന്നത് പ്രവാചകന്മാരുടെ, തുടർന്നുള്ളവരുടെ, അനുചരന്മാരുടെ എല്ലാം ചരിത്രം ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ചരിത്രങ്ങളുടെ നിരന്തര പഠനവും ധാരമുറയാത്ത ചരിത്ര പഠനത്തിലൂടെ അല്ലാതെ നമുക്ക് ശക്തമായ ഈമാൻ ആർജിക്കുക സാധ്യമല്ല. ഈമാൻ ആർജിക്കാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധ്യമല്ല. പുഴുക്കൊത്തേറ്റ ഈമാൻ കൊണ്ട് ഇഹത്തിലും പരത്തിലും രക്ഷയുണ്ടാവില്ല. ഇഹത്തിലും കഷ്ടപ്പാട്, പരലോകത്തും കഷ്ടപ്പാട്. ഇതാണ് ദുർബലമായ ഈമാൻ കൊണ്ടുവരുന്ന ദുരന്തം. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളുടെ ഈമാൻ അത് ആർജിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് ചരിത്രം നൽകുന്ന മറ്റൊരു ഭാഗം. അദ്ദേഹത്തിന്റെ പീഡനത്തെ സംബന്ധിച്ച് വഴി ഇനിയും വരും. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അവിടെയൊക്കെ സേവനങ്ങൾ വഴിയുള്ള പല യുദ്ധങ്ങളെ കുറിച്ചും പരാമർശിക്കുമ്പോൾ വരുന്നതാണ്. മറ്റൊരടിമയാണ് സിന്നീറ. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. സിന്നീറ എന്ന് പറയുന്നത് ഒരു അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയെയും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മോചിപ്പിച്ചിട്ടുള്ളത്. 7ഓളം അടിമകളെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഭീമമായ സംഖ്യ കൊടുത്ത് മോചിപ്പിച്ചിട്ടുണ്ട്. അഥവാ വിശ്വാസികളായതിന്റെ പേരിൽ ഒരാളും പീഡനം അനുഭവിക്കാതെ അവരെ പരമാവധി
അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം ഉണ്ടാക്കണമെന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പാദ്യം ദീനിന് ഉപകരിച്ച അത്ര വേറെ ഒരാളുടെ സമ്പാദ്യവും ദീനിന് ഉപകരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്തിന്റെ അത്ര വേറൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് ഒരു വേള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഈ സിന്നീറ എന്ന് പറയുന്ന ഈ അടിമയെ അവരുടെ പീഡനത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് കൊണ്ടുവന്നതും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഇവരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഇവർ മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അവരുടെ കണ്ണിന് രോഗം ബാധിച്ചു, കണ്ണിന്റെ കാഴ്ച പോയി എന്നൊക്കെയാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. കണ്ണിന് കാഴ്ച പോയപ്പോ ശത്രുക്കൾ പറഞ്ഞു, ഇത് നീ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചത് കാരണം ലാത്തയുടെ കുരുത്തക്കേട് തട്ടിയതാണ്. ലാത്തയുടെ കുരുത്തക്കേടാണ് നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ശത്രുക്കൾ പറയാൻ തുടങ്ങി. സമാനമായ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവും. നമ്മള് പല അന്ധവിശ്വാസങ്ങളെയും ഒക്കെ കഴിയുന്ന കാലത്ത് അതിനോടൊക്കെ പിടിച്ചൊല്ലി ശരിയായ തൗഹീദിന്റെയും സുന്നത്തിന്റെയും വഴിയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആളുകൾ ഇതിന്റെ പേരിൽ ഇത് കാരണമാണെന്ന് ആളുകൾ ആരോപിക്കും. നിനക്ക് നിന്റെ മക്കളുടെ രോഗം മാറാത്തത്, ഒരാളുടെ രോഗം മാറുമ്പോഴേക്ക് അടുത്ത ആളെ രോഗം പിടികൂടുന്നത്, ഇതൊക്കെ നീ ഈ പുത്തൻ, അവരുടെ ഭാഷയിൽ ഈ പുത്തൻ ആചാരം വിശ്വാസം സ്വീകരിച്ചതിന്റെ കാരണമാണ് എന്ന് പറയാറുണ്ട്. ഇതും വളരെ പാരമ്പര്യമുള്ള ഒരു ആരോപണമാണ്. ഇസിന്നീറ എന്ന് പറയുന്ന ഈ സ്വഹാബി വനിതയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴും ശത്രുക്കൾ അന്ന് പറഞ്ഞതും ഇതേപോലെയാണ്, ലാത്തയുടെ ഗുരുത്തക്കേട് തട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മഹദി ധീരമായി പ്രഖ്യാപിച്ചത് വഖദബു വബൈത്തില്ല, വഖദബു, അവർ പറഞ്ഞത് പച്ച നുണയാണ്. അല്ലാഹു തന്നെയാണ് സത്യം. മാ തളുറുൽ ലാത്ത് വൽ ഉസ്സ വമാ തൻഫഅൻ, ലാത്തക്കോ ഉസ്സക്കോ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ ഒട്ടും സാധ്യമല്ല, അല്ലാഹു തന്നെ സത്യം എന്ന് പറഞ്ഞ് അവർ ശപഥം ചെയ്തു പറഞ്ഞു, ഇത് നിങ്ങളുടെ ലാത്ത വരുത്തി വെച്ച ദുരന്തമല്ല, ലാത്തക്ക് അങ്ങനെ ഉപദ്രവം ചെയ്യാൻ പറ്റില്ല, ഉപകാരവും ചെയ്തു തരാൻ പറ്റില്ല, ഉപകാരമൊക്കെ ചെയ്യുന്നത് എന്നെ പടച്ച എന്റെ റബ്ബ് മാത്രമാണ് എന്ന് ആ അടിമയായിരുന്ന ഈ വനിത അതിധീരമായി പ്രഖ്യാപിച്ചു. ഇവിടെ വീണ്ടും നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ അടിമകൾക്കൊക്കെ ഇസ്ലാമത ആശ്ലേഷണത്തിന്റെ മുമ്പ് ഇല്ലാത്ത ഒരു ധൈര്യം, ഇങ്ങനെ തുറന്നു പറയാനുള്ള ഈ ഒരു ധൈര്യം എവിടെന്ന് കിട്ടുന്നു എന്ന് ആലോചിക്കണം. യജമാനൻ എന്തു പറഞ്ഞാലും പഞ്ചപുച്ഛമടക്കി അത് സമ്മതിക്കുക, അതിന് കീഴൊതുങ്ങുക എന്നതല്ലാതെ ഒരു മറുവാക്ക് പറയാൻ ധൈര്യമില്ലാത്ത ഈ ആളുകൾക്കെല്ലാം ഇസ്ലാം അതിന്റെ വെളിച്ചം ഇടനെഞ്ചിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ അവർക്ക് തുല്യതയില്ലാത്ത ധൈര്യം ആർജിക്കാൻ സാധിക്കുകയാണ്. അതാണ് ഈമാൻ നൽകുന്ന കരുത്ത്. ഈമാൻ അങ്ങനെ ഒരു കരുത്തുണ്ട്. ഏറ്റവും ശക്തമായ ആയുധമേതാണ്, ഫലമുള്ള ആയുധമേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റണം, അത് വിശ്വാസമാണ്. വിശ്വാസമുണ്ടോ, ഏത് കാര്യങ്ങളെയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റും. ഇങ്ങനെ ഈ മഹദി പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു എന്നാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഫറദ്ദല്ലാഹു ബസറഹ, അവരുടെ കാഴ്ചയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തു. അടിയുറച്ച ഈമാൻ, ആ ഈമാനിന് പല അത്ഭുതങ്ങളും, ആ ഈമാൻ ഉൾക്കൊള്ളുന്ന ആളുകളുടെ ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. വിശ്വാസമുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധേനയുള്ള രക്ഷാമാർഗങ്ങളും തുറന്നു തരും.
ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധികളെ അതിനെ വകമാറ്റി നമുക്ക് രക്ഷപ്പെടുവാനുള്ള വഴികൾ അല്ലാഹു തആല ഒരുക്കി തരും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് രക്ഷപ്പെടുവാനുള്ള വഴി അള്ളാഹു ഉണ്ടാക്കി തരും അവിചാരിതമായ മാർഗത്തിലൂടെ. മൂസാ നബിയുടെ ചരിത്രത്തിലൊക്കെ സമാനമായ സംഭവങ്ങൾ നമുക്ക് കാണാം. പിന്നിൽ ഫറോവയും മുന്നിൽ ചെങ്കടലും നടുവിൽ വിശ്വാസികളും മൂസാ നബിയും. ആ ഒരു സന്ദർഭത്തിൽ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞത്, ഇതാ നമ്മൾ പിടിക്കപ്പെടാൻ പോകുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, കല്ല, ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടുകയില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവനൊരു വഴി കാണിച്ചു തരുമെന്നാണ്. സമാനമായ രക്ഷപ്പെടുത്തിയ മാർഗം തന്നെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ ഈ മഹദി അവരുടെ ഈമാൻ, അങ്ങേയറ്റത്തെ അടിയുറച്ച ഈമാൻ അവരങ്ങ് തുറന്ന് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ കാഴ്ച തിരിച്ചു നൽകിയെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധേനയും രക്ഷപ്പെടുത്തുകയും അവരുടെ പ്രതിസന്ധികളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറയാനുള്ള കാരണമായി നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠമാണ് ഇത് എന്ന് ചരിത്രകാരന്മാർ തന്നെ എടുത്തുദ്ധരിച്ചതായി കാണാം. ഇനി മറ്റൊരാളാണ് അമ്മാർ ഇബ്നു യാസിർ. ഇവിടൊക്കെ ചരിത്രം വഴിയെ വരും വിശദമായി. അമ്മാർ ഇബ്നു യാസിർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ യമൻ കുടുംബമാണ്, യമനിൽ നിന്ന് വന്നവരാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് യാസിർ, അതേപോലെ മാലിക് അൽ ഹാരിസ്. ഇവർ മൂന്ന് പേരും സഹോദരങ്ങളാണ്. ഇവർ യമനിൽ നിന്ന് മക്കയിൽ ഒരു ആവശ്യത്തിന് വന്നതാണ്. അങ്ങനെ ഇതില് യാസിർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മാത്രം മക്കയിൽ നിന്നു, ബാക്കി രണ്ടുപേരും യമനിലേക്ക് തന്നെ തിരിച്ചുപോയി. ഈ യാസിർ എന്ന് പറയുന്ന ഈ വ്യക്തി അവിടെ ഉണ്ടായിരുന്ന അബൂ ഹുദൈഫ എന്ന് പറയുന്ന ആളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. അവിടെ കീഴിൽ ജീവിക്കാൻ തുടങ്ങി. അവർക്ക് സേവനങ്ങൾ ചെയ്തും അവരുടെ ഒരു അടിമയെ പോലെ ജീവിക്കാൻ തുടങ്ങി. അബൂ ഹുദൈഫ എന്ന് പറയുന്ന ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, സുമയ്യ റളിയല്ലാഹു അൻഹയെ ഈ യാസിറിന് വിവാഹം ചെയ്തു കൊടുത്തു. യാസിർ റളിയല്ലാഹു രണ്ടുപേരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ മകൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ആണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് അദ്ദേഹം വഴി തന്റെ മാതാപിതാക്കളും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ ചില അടിമ സ്ത്രീകളെയും ഒക്കെ, വിശ്വാസിനികളായ അടിമ സ്ത്രീകളെയൊക്കെ അവരുടെ യജമാനന്മാർ പീഡിപ്പിച്ചതുപോലെയുള്ള അതിശക്തമായ പീഡനത്തിന് ഈ കുടുംബത്തെ, യാസിർ കുടുംബത്തെയും ശത്രുക്കൾ വിധേയനാക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ പീഡനത്തിന് വിധേയരാകുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ പറ്റുന്നു. അവരോട് റസൂലുള്ളാഹി പറയും, സബ്റൻ അല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ് എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ഏക കാര്യം അതാണ്. ഈ മർദ്ദനങ്ങളിലൊന്നും, മർദ്ദന മുറകളിൽ നിന്നും അവരെ
പിന്തിരിപ്പിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ അവരുടെ അങ്ങേയറ്റത്തെ ദീനിനോടുള്ള വിരോധവും വിദ്വേഷവും കാരണം അതതിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോൾ മഹാനായ മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയെ അബൂജഹൽ അവരുടെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യഭാഗത്ത് ചാട്ടുളി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അവരാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ അങ്ങനെ അതിശക്തമായ പീഡനത്തിന് വിധേയനായിട്ടും ഒരു നിമിഷാർദ്ധം പോലും തന്റെ വിശ്വാസത്തെ തള്ളിപ്പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയാൻ, അവിടത്തെ കുറിച്ച് മോശമായ ഒരു അരവാക്ക് പറയാൻ സുമയ്യ റളിയല്ലാഹു തആല അൻഹയോ അവരുടെ ഭർത്താവ് യാസിർ റളിയല്ലാഹു അൻഹുവോ തയ്യാറായില്ല. അവരൊക്കെ ഉറച്ചു നിന്നു. ഇതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരാൾക്ക് അതിശക്തമായ ഈമാൻ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുമെന്നും കരുവീട്ടി കാതലിനെ വെല്ലുന്ന ഈമാൻ നമ്മുടെ ഇടനെഞ്ചിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് ഈ വിധത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കുക എന്ന് ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ പാഠമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അവരുടെ മകനാണ്. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെയും സുമയ്യ റളിയല്ലാഹു അൻഹയുടെയും മകനാണല്ലോ അമ്മാർ. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവും ഇതുപോലുള്ള ഒരുപാട് മർദ്ദനങ്ങൾക്ക് വിധേയനായ ആളാണ്. മർദ്ദിച്ച് അവർ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നീ മുഹമ്മദിനെ തള്ളിപ്പറയണം, ലാത്തയെ പുകഴ്ത്തണം, മുഹമ്മദിനെ തള്ളിപ്പറയണം എന്ന് അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ ആവശ്യപ്പെട്ടു. പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നിർബന്ധിതമായ സാഹചര്യത്തിൽ അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അദ്ദേഹത്തിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഉള്ളിൽ ഈമാൻ നിറച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറഞ്ഞു. അവരുടെ ആരാധ്യ വസ്തുക്കളെ പുകഴ്ത്തിപ്പറഞ്ഞു. അങ്ങേയറ്റത്തെ വിഷമത്തോടെ പ്രയാസത്തോടു കൂടെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, നിർബന്ധിതമായ സാഹചര്യത്തിൽ ജീവൻ അങ്ങേയറ്റം അപായപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ ഉള്ളിൽ ഈമാൻ നിറച്ചുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷത്തിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആരാധ്യ വസ്തുക്കളെ ഞാൻ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് സങ്കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഇൻ ആദു ഫഉദ്, അവർ ഇനിയും നിന്നോട് അങ്ങനെ നിർബന്ധിച്ചാൽ, നിർബന്ധ സാഹചര്യത്തിൽ ഇനിയും നിനക്ക് ആ നിലപാട് സ്വീകരിക്കാം, അതിൽ കുഴപ്പമില്ല, നിനക്ക് വീണ്ടും അങ്ങനെ ചെയ്യാം. എന്നെ തള്ളിപ്പറയേണ്ടുന്ന, പ്രത്യക്ഷത്തിൽ എന്നോട് അപമര്യാദ തോന്നുന്ന പദപ്രയോഗങ്ങൾ നിനക്ക് നടത്തേണ്ടുന്നൊരു ഘട്ടം വന്നാൽ അങ്ങനെ നിനക്ക് നടത്താം, അതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യം നമുക്ക് വരുമ്പോ നമുക്കും അങ്ങനെ ചെയ്യാം. ഇനി മറ്റൊരു സഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇവിടെ എല്ലാമുള്ള അടിസ്ഥാന പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ദീനിനോടുമുള്ള അടക്കാൻ കഴിയാത്ത സ്നേഹമാണ് അവിടെ ത്യാഗത്തിന്റെ പിന്നിലൊക്കെ ഉള്ളത്. മനസ്സിലത് ഈമാൻ ഉറച്ചിട്ടില്ലെങ്കിൽ അത് ചെറിയ ഒരു പീഡനം, ചെറിയൊരു പരിക്കേൽക്കുമ്പോഴേക്ക് അതിന് ഉൾവലിയും, പിറകോട്ട് പോകാതെ ഉറച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ദീനിനെയും സ്വന്തം മാതാവിനേക്കാൾ സ്നേഹിച്ച, ദീനിന് പരിഗണന നൽകിയ ഒരു വ്യക്തിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു.
അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ശപഥം ചെയ്തു, സത്യം ചെയ്തു, സഅദ്, നീ സ്വീകരിച്ചിട്ടുള്ള ഈ പുതിയ വിശ്വാസത്തെ ഒഴിവാക്കി നമ്മുടെ കാരണവന്മാർ പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്ന ഈ മതത്തിലേക്ക് നീ തിരിച്ചു വരാത്ത കാലത്തോളം ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഞാൻ കുളിക്കില്ല, അങ്ങനെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. അങ്ങനെ നിന്നെക്കുറിച്ച് ആളുകൾ ഉമ്മയെ കൊന്നവൻ എന്ന് നിന്നെ കുറിച്ച് ആക്ഷേപിക്കും. അങ്ങനെ ഒരു ആക്ഷേപം നിനക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ഒരു സന്ദർഭം ഇല്ലാതിരിക്കാൻ, അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ പ്രഹരമേൽക്കാതിരിക്കാൻ നീ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന മതം ഒഴിവാക്കി നമ്മുടെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് ഉമ്മ പറഞ്ഞു. അദ്ദേഹം പലതവണ ഉമ്മയെ നിർബന്ധിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിക്ക്, വെള്ളം കുടിക്ക്, നിങ്ങൾ വൃത്തിയായി നടക്കൂ എന്നൊക്കെ പലതവണ പറഞ്ഞു. പക്ഷെ ഉമ്മ തന്റെ ശബ്ദത്തിൽ ഉറച്ചു നിന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, യാ ഉമ്മ തഅലമീൻ വല്ലാഹി ലൗ കാനത് ലകി മിഅതു നഫ്സ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു 100 ജന്മം നൽകി. ഫഖറജത് നഫ്സൻ നഫ്സ, അങ്ങനെ ഓരോ ജീവനും ഓരോ നഫ്സും ഒന്നൊന്നായി അങ്ങനെ അങ്ങ് മരിച്ചങ്ങ് പോയി, പട്ടിണി കിടന്ന്. ഞാൻ ഈ മതത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് നിങ്ങളുടെ 100 ജന്മവും നിങ്ങളിങ്ങനെ പട്ടിണിക്കിട്ട് കൊന്നാലും മാ തറക്തുൽ ദീനി, ഞാൻ എന്റെ മതം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ തിന്നോളിന്നാണ്, വേണമെങ്കിൽ തിന്നേ, കുടിക്കേ, കുളിക്കേ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു അര ഇഞ്ച് പുറകോട്ട് പോകാൻ ഒരുക്കമല്ല, തയ്യാറല്ല ഞാൻ. കാരണം എനിക്ക് നിങ്ങളെക്കാൾ, നിങ്ങളുടെ ജീവനേക്കാൾ എനിക്ക് ഇഷ്ടം, എനിക്ക് സ്നേഹം, എനിക്ക് കടമയും കടപ്പാടും ഉള്ളത് എന്റെ ദീനിനോടാണ് എന്നതാണ് ആ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. അവസാനം ഉമ്മ തന്റെ ശബ്ദത്തിൽ നിന്ന് പിന്മാറുകയും തിന്നാനും കുടിക്കുവാനും ഒക്കെ തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് സൂറ അൽ അങ്കബൂത്തിലെ 8-ാമത്തെ വചനം അവതരിച്ചിട്ടുള്ളത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ, നിന്റെ മാതാപിതാക്കൾ എന്നിൽ യാതൊരു നിനക്കറിവുമില്ലാത്ത പരിചയമില്ലാത്ത വല്ലതിനെയും എന്നിൽ പങ്കു ചേർക്കാൻ നിന്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാലും മാതാപിതാക്കളെ ആ വിഷയത്തിൽ അനുസരിച്ചു പോകരുത്. ആ വിഷയത്തിൽ അനുസരണമില്ല. എന്നാൽ ഭൗതിക വിഷയങ്ങളിൽ ഐഹികമായ വിഷയങ്ങളിൽ നല്ല രീതിയിൽ അവരോട് സഹകരിക്കുകയും വേണം. ഉമ്മ വേറെ ആദർശത്തിലാണ്, വാപ്പ വേറെ ആദർശത്തിലാണ് എന്ന് വിചാരിച്ച് അവർ നമ്മുടെ ഉമ്മയും വാപ്പയും അല്ലാതെ ആകുന്നില്ല. അവരോടുള്ള മറ്റു ബാധ്യതകളൊക്കെ നിർവഹിക്കണം. വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കും തയ്യാറാകുകയും ചെയ്യരുത് എന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ ഉള്ളടക്കം. അതിന്റെ ആശയം അതാണ് എന്നാണ്. ഇദ്ദേഹവും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയാണ്. അവസാനമായി നമുക്ക് ചുരുക്കി എന്ന് സൂചിപ്പിക്കാനുള്ളത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഉഹദ് യുദ്ധ ചരിത്രം പറയുമ്പോൾ അവിടെയും അത് വിശാലമായി നമുക്കത് വരും. അത് ഉഹദ് യുദ്ധ ചരിത്രത്തെ കുറിച്ചുള്ള ആ പഠന ക്ലാസ്സിലാണ് വരിക. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത് അതിസമ്പന്നമായ കുടുംബത്തിൽ പിറന്ന ഒരു സ്വഹാബിയാണ്, ഒരാളാണ്. പല വിലപിടിച്ച സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സുഗന്ധദ്രവ്യത്തിന്റെ അതിന്റെ സുഗന്ധം വളരെ ദൂരെ നിന്ന് തന്നെ അനുഭവിക്കാൻ സാധിച്ചിരുന്നുവെന്ന, അത്രയും വിലപിടിപ്പുള്ള
സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന, അതിമനോഹരവും വിലപിടിപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന, സുഭിക്ഷമായി ആഹരിക്കാൻ ഗതിയുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മാതാവിന്, ഉമ്മാക്ക് അദ്ദേഹത്തിനോട് അങ്ങേയറ്റം സ്നേഹമാണ്. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ മകൻ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തലഭാഗത്ത് ഈ പാൽക്കട്ടി, അതേപോലെ കാരക്ക, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി തലഭാഗത്ത് വെച്ചു കൊടുക്കും. എന്തിനു? ഉറക്കുന്നെന്ന് എപ്പോഴെങ്കിലും ഉണരുമ്പോ തിന്നാൻ. അത്രയും സുഭിക്ഷമായും മാതാവിന്റെ പരിഗണനയും പരിലാലനയും ഏറ്റ് ജീവിച്ച, അനുഭവിച്ച് ജീവിച്ച സ്വഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു തആല. അങ്ങേയറ്റത്തെ അന്ന് അക്കാലത്ത് ലഭ്യമാകുന്ന ഏറ്റവും ആഡംബര ജീവിതം നയിച്ച ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പരമദരിദ്രനായി മാറി. കഫം പുടവ് പോലും തികഞ്ഞില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായപ്പോ അദ്ദേഹത്തിന് കഫം അദ്ദേഹത്തിന്റെ ശരീരം മൂടാൻ കഫം പുടവ തയ്യാറായി വന്നു. ഒരു 3 കഷ്ണം തുണിയില്ല, ആകൊരു കഷ്ണം, അത് തന്നെ ശരീരം മുഴുവൻ മൂടാൻ പര്യാപ്തമല്ല. അങ്ങനെ കാൽ ഭാഗത്ത് പുല്ല് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മറച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ അദ്ദേഹം പരമദരിദ്രനായി മാറി. അതിനൊക്കെ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്ന കാര്യം ദീനിനോടുള്ള സ്നേഹമാണ്. ദീനാണ് ഏറ്റവും പ്രധാനം. താൻ അനുഭവിക്കുന്ന ആഡംബരമല്ല, താൻ ഏറെ സ്നേഹിക്കുന്ന മാതാവല്ല, തന്നെ ഏറെ സ്നേഹിക്കുന്ന മാതാവല്ല എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്റെ ദീനാണ്. ഇതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ഒരു സഹോദരനുണ്ട്, ഉസൈർ, അസീസ് ബിൻ ഉമൈർ എന്ന് പറയുന്ന വ്യക്തി മുശ്രിക്കായിരുന്നു. അദ്ദേഹത്തെ ബദറിൽ മുസ്ലിങ്ങൾ ബന്ദിയായി പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുന്നത് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു അഥവാ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, അസീസിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. തന്റെ അനുജനങ്ങനെ ബന്ദിയായി പിടിച്ചുകൊണ്ടുപോകുന്നത് ജ്യേഷ്ഠൻ കാണുകയാണ്. അപ്പോ മുസ്അബ് റളിയല്ലാഹു അൻഹു പറയാണ്, അവനെ ശരിക്ക് പിടിച്ചു കെട്ടിക്കോളി, ശരിക്ക് മുറുക്കി കെട്ടിക്കോളി, ഒരിക്കലും രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. അവന്റെ ഉമ്മ വലിയ പണക്കാരിയാണ്, അതുകൊണ്ട് എത്ര സംഖ്യതൊന്നും മോചിപ്പിക്കാനുള്ള ശേഷിയുള്ള ആളാണ്. ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഭദ്രമായി അവനെ നിങ്ങൾ കെട്ടിക്കോളൂ എന്ന് പറയുന്നത് സ്വന്തം കൂടപ്പിറപ്പാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? ഈ സഹോദരൻ തന്നെ ആ വേളയിൽ ചോദിക്കുന്നുണ്ട്, നീ എന്റെ ജ്യേഷ്ഠനല്ലേ, സഹോദരനല്ലേ, ഒരു സഹോദരന്റെ വിഷയത്തിൽ ഇങ്ങനെയാണോ ഇടപെടുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ എന്റെ സഹോദരനല്ല. നമ്മൾ തമ്മിൽ ആദർശത്തില് 2 ചേരിയിലാണ്, 2 ധ്രുവങ്ങളിലാണ്, ഒരിക്കലും സന്ധിക്കാൻ പറ്റാത്ത 2 ധ്രുവങ്ങളിലാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെയുള്ളൊരു സാഹോദര്യ ബന്ധം ഇല്ല. യഥാർത്ഥത്തിലുള്ള സാഹോദര്യം എന്ന് പറയുന്നത് ആദർശ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യമാണ്. അത് നമ്മൾ തമ്മിലില്ല. അതാണ് എന്നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഒന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതേപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ചരിത്രങ്ങളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ഇങ്ങനെ ഇട്ടൊന്ന് അളന്നു നോക്കണം. അവരെവിടെ, നമ്മളെവിടെ എന്ന് അളന്നു നോക്കണം. അവരാരും അവർക്ക് കിട്ടിയ വെളിച്ചം അതൊരു സ്വകാര്യ സ്വത്തായി സൂക്ഷിച്ചു വെക്കാതെ ആ വെളിച്ചം പരക്കണം, ആ വെളിച്ചം അത് പ്രസരിക്കണം എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. ഞാൻ എന്റെ ഖബറിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് ഞാൻ എന്റെ തടി നോക്കിയാൽ പോരെ, ഞാൻ നിസ്കരിക്കുകയും നോമനുഷ്ഠിക്കുകയും
മറ്റ് എൻ്റെ ഇബാദത്തുകൾ നിർവഹിച്ച് ഞാൻ അങ്ങനെ പോയാൽ പോരെ എന്നവരാരും ചിന്തിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ ഈ വെളിച്ചം എൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടണം, എൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടണം, എൻ്റെ നാട്ടുകാർക്ക് കിട്ടണം എന്നൊക്കെയുള്ള ചിന്തയാണ് ഈ വിധത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾക്ക് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അവർ നിർവഹിച്ച ത്യാഗ പരിശ്രമങ്ങൾക്ക് നമ്മൾ മാർക്കിടുമ്പോൾ നമ്മൾ സഹിച്ച ത്യാഗ പരിശ്രമങ്ങൾക്ക് 100-ൽ എത്ര മാർക്ക് കിട്ടുമെന്ന് സ്വയം ഒരു പരീക്ഷ നടത്താൻ, ഒരു ആത്മപരിശോധന നടത്താൻ ഇതുപോലുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇതേപോലെ ത്യാഗം സഹിച്ചിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുള്ള ധാരാളം സ്വഹാബികളുടെ സംക്ഷിപ്ത ചരിത്രം ഇനിയും നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കാനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കാനും പറയുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ വേറെയും ചില സ്വഹാബികൾ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് നമുക്ക് പരാമർശിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ, കുറ്റമറ്റ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുള്ള അറിവും കഴിവും തൗഫീഖും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.